BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു നിലവിളക്ക് വിവാദം പുകയുകയാണ്. ഇത്തവണ ചർച്ചകളുടെ കേന്ദ്രബിന്ദു മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യ വനിതാ MLA ആയ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയാണ്. തന്റെ മണ്ഡലത്തിലെ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അവർ നിലവിളക്ക് കൊളുത്തിയതാണ് ഒരു വിഭാഗം മതനേതൃത്വങ്ങളെ ചൊടിപ്പിച്ചത്. മുസ്ലിങ്ങൾ ഇതര മതസ്ഥരുടെ ആചാരങ്ങൾ അനുകരിക്കരുത് എന്ന കടുത്ത പ്രഖ്യാപനവുമായി സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ MLAക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ രീതിയിലുള്ള വടംവലിക്ക് തിരികൊളുത്തി കഴിഞ്ഞു. എന്നാൽ സാമുദായിക വിലക്കുകളുടെ കനലുകൾ ഒരു വശത്ത് എരിയുമ്പോൾ മറുവശത്ത് ഫാത്തിമ തഹ്ലിയയ്ക്ക് മതേതര കേരളത്തിൽ നിന്നും പ്രമുഖരിൽ നിന്നും ലഭിക്കുന്നത് സമാനതകളില്ലാത്ത സപ്പോർട്ടാണ്. നിലവിളക്ക് എന്നത് ഒരു മതത്തിന്റെ മാത്രമല്ല, മറിച്ച് ഇരുളിനെ അകറ്റുക, വെളിച്ചത്തിന്റെ സാംസ്കാരിക പ്രതീകമാണെന്ന് വാദിച്ചുകൊണ്ട് സാംസ്കാരിക നായകരും രാഷ്ട്രീയ സുഹൃത്തുക്കളും MLAക്ക് ചുറ്റും ശക്തമായ പ്രതിരോധ കവചം തീർക്കുന്നു. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ തിരഞ്ഞെടുപ്പ് എത്തിയാൽ ലീഗിന് പൂർണ്ണ പിന്തുണ നൽകുന്ന സുന്നി മതസംഘടനയാണ് സമസ്ത. രാഷ്ട്രീയപരമായി പലപ്പോഴും വിയോജിപ്പുണ്ടാകാറുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പെത്തിയാൽ സമസ്തയുടെ വോട്ട് ലീഗിന്റെ പെട്ടിയിൽ കൃത്യം വീഴുന്നതാണ് പതിവ്. അതുകൊണ്ട് തന്നെ സമസ്തയെ പിണക്കാതെ ചേർത്ത് പിടിക്കാനാണ് ലീഗ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ രാഷ്ട്രീയത്തിൽ മതേതരത്വം അവകാശപ്പെടുന്ന ലീഗിന് ഈ മതസംഘടന പലപ്പോഴും തലവേദനയുമാകാറുണ്ട്. ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് തീ കൊളുത്തിയതിനെ കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു സമസ്ത വിമർശിച്ചത്. വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന സമസ്ത മുഷവറ യോഗം ഫാത്തിമ തഹ്ലിയുടെ പേരെടുത്തു പറയാതെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. മുസ്ലിം സമൂഹം അവരുടെ മതപരമായ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കണം. ഇസ്ലാം വിരുദ്ധമായ ആചാരങ്ങളിൽ പങ്കാളികളാകുന്നത് സമുദായത്തിന് പുറത്തേക്കുള്ള വഴിയാണ് തുറക്കുന്നതെന്ന് സമസ്ത മുഷാവറ പ്രമേയം അവതരിപ്പിച്ചു. അനിസ്ലാമികമായ ആചാരങ്ങളും ഇതര മതസ്ഥരുടെ ആചാരങ്ങളും വിശ്വാസികൾ പൂർണ്ണമായും വർജിക്കണമെന്ന് സമസ്ത വ്യക്തമാക്കി. ഇസ്ലാം വിരുദ്ധമായ വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്തുന്നത് സമുദായത്തിന് പുറത്തേക്കുള്ള വഴിയാണെന്ന കടുത്ത താക്കീതും സമസ്ത നൽകി. തിരുത്തേണ്ട സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ സാമുദായിക നേതൃത്വങ്ങൾ ഇത്തരം തെറ്റുകൾക്ക് നേരെ നിശബ്ദത പാലിക്കുകയാണെന്ന് സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതാവ് TK അഷ്റഫ്, ഹുസൈൻ സലഫി തുടങ്ങിയവരും MLAയുടെ നടപടിയെ ശക്തമായി വിമർശിച്ചിരുന്നു. എന്നാൽ ഇത് മുസ്ലിങ്ങളുടെ മാത്രം MLA അല്ല, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്തതാണ് എന്നാണ് തഹ്ലിയയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഒരു ജനപ്രതിനിധിയുടെ മേല് മതചാപ്പ കുത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. വാദം അനാവശ്യമാണെന്ന് വാദിച്ചുകൊണ്ട് പ്രമുഖ എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകരുമായ MN കാരശ്ശേരി ഉൾപ്പെടെയുള്ള സാംസ്കാരിക നായകർ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിളക്ക് കൊളുത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം ആചാരമല്ല, മറിച്ച് ഇരുളിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക പ്രതീകം മാത്രമാണെന്നാണ് ഇവരുടെ വാദം. ഒരു പൊതുപ്രവർത്തക ഇരുളിനെ മാറ്റി വെളിച്ചം പടർത്തുന്ന ചടങ്ങിൽ പങ്കെടുത്തതിനെ ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമേ ഇല്ല എന്ന് കാരശ്ശേരി പറഞ്ഞു. മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഒരു പൊതുചടങ്ങിൽ വെച്ച് നടൻ മമ്മൂട്ടി തീനാളം കൈമാറിയിട്ടും വിളക്ക് കൊളുത്താൻ വിസമ്മതിച്ച പഴയ സംഭവം ഓർമ്മിപ്പിച്ച കാരശ്ശേരി ഇത്തരം പ്രതീകാത്മകമായ കാര്യങ്ങളെ വീണ്ടും രാഷ്ട്രീയ മതതർക്കങ്ങളാക്കി മാറ്റാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് വാങ്ങി ജയിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് പൊതുസമൂഹത്തിന്റെ സാംസ്കാരിക പരിപാടികളിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് അനുഭാവികൾ വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും അഭിഭാഷകനും സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനുമായ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന തഹ്ലിയെ പിന്തുണച്ച് രംഗത്തെത്തി. നിലവിളക്കിനോട് ഇത്ര പേടിയോ എന്ന തലക്കെട്ടോടെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തഹ്ലിയയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയത്. കേരളം 2026 ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബഹിരാകാശ സാങ്കേതിക വിദ്യയും ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ചിലർ ഇപ്പോഴും ഒരു നിലവിളക്കിന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. നിലവിളക്ക് കൊളുത്തിയാൽ തകരുന്ന വിശ്വാസമാണെങ്കിൽ അതിനെ വിശ്വാസമെന്ന് വിളിക്കാനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് നിലവിളക്ക്, നാളെ പൂക്കളം, മറ്റന്നാളെ ദേശീയ ഗാനം, അതിനുശേഷം ജനാധിപത്യം തന്നെ ഹറാമാണെന്ന് പറയുമോ എന്നും അദ്ദേഹം വിമർശിച്ചു. പുരോഗതിയെ തടയാൻ ശ്രമിച്ചവർ എല്ലാം ചരിത്രത്തിന്റെ അടിക്കുറിപ്പുകളായി മാറി. പുരോഗതിയാണ് ചരിത്രം എഴുതിയത്. ഒരു തിരി കത്തിയപ്പോൾ ഇത്രയധികം പേടിക്കുന്നവർക്ക് പ്രശ്നം നിലവിളക്കിനോടല്ല, വെളിച്ചത്തോടാണ്. കേരളം വെളിച്ചത്തിന്റെ പക്ഷത്താണ്, ഇരുട്ടിന്റെ കാവൽക്കാരുടെ പക്ഷത്തല്ല എന്ന് സമസ്ത ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും ശ്രീജിത്ത് കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.